Hello everyone. Today we are going to continue with some general questions from part 6 asked by NMC CBT. So please make notes for these important topics. How many milligrams of furosemide can we administer in a minute? The maximum amount of furosemide we can administer in a minute is supposed to be 4 mg per minute. We cannot give more than 4 mg per minute if you are administering furosemide Lasix to a patient. And normal saturation of a patient, of a healthy patient, supposed to be either 95 to 100 or 96 to 100. See, if the patient has COPD, you can consider 80 to 92 as normal oxygen saturation for this COPD patient. Remember, if your patient has COPD patient and his normal saturation will be within 80 to 92%. എത്രയായിരിക്കും നമ്മുടെ നോർമൽ സാച്ചുറേഷൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൻ്റേജ്? ഒന്നുകിൽ 95 to 100 ആയിരിക്കും, അല്ലെങ്കിൽ 96 to 100 ആയിരിക്കും. പക്ഷേ നമ്മുടെ പേഷ്യൻറ്റിന് COPD ഉണ്ടെങ്കിൽ 82 to 92 ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. And the next one, when can you consider using clean gloves as a source of preventing infection? You will consider using the clean gloves as a source of preventing infection only when you are assessing the site for IV cannulation or catheterization. ക്ലീൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് അസസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഈ ക്ലീൻ ഗ്ലൗസ് ഇൻഫെക്ഷൻ ഒന്നുമില്ല, വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് IV കാനുലേഷൻ ഓർ കത്തീട്രൈസേഷൻ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ ഗ്ലൗസ് സ്റ്റെറൈൽ ചെയ്യുക തന്നെ വേണം. For example, where we use sterile gloves, which kind of procedures, and we need to use sterile gloves. So, we need to use sterile gloves when you are performing any kind of sterile procedures or accepting techniques and invasive procedures. നമ്മൾ sterile procedures or accepting techniques and invasive procedures ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? sterile gloves ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എപ്പോഴാണ് നോൺ സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ നോൺ സ്റ്റെറൈൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴാണ് നോൺ സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപ് ആ സൈറ്റ് എക്സാം ചെയ്യുമ്പോഴാണ്, ഫിസിക്കൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ നോൺ സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടത്. Okay, there is a theory for Dorothea Oram theory. What this theory says, Dorothea Oram theory? She says she promotes the nursing care that which will increase the patient's ability to do self-care. നഴ്സിംഗ് കെയർ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ പേഷ്യൻറ്റിൻ്റെ സ്വയം പരിചരിക്കാനുള്ള കഴിവ് പേഷ്യൻറ്റിന് കിട്ടുന്നു. നെക്സ്റ്റ്, വിർജീനിയ ഹെൻഡേഴ്സൺ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഇൻ നഴ്സിംഗ്. എന്താണ് വിർജീനിയ ഹെൻഡേഴ്സൺ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഇൻ നഴ്സിംഗിൽ പറയുന്നത്? നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് നമ്മൾ പറയണം, ഐ എം എ നേഴ്സ് ഫോർ നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ് എന്ന് പറയണം. അത് കഴിഞ്ഞ് റൂമിന് ഔട്ട്സൈഡ് വെളിയിലേക്ക് പോകുമ്പോൾ പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബെൽ പ്രസ് ചെയ്യാൻ പറയണം. ഇതാണ് വെർജീനിയ ഹെൻഡേഴ്സൺ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഇൻ നഴ്സിംഗ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, the next question, a RN evaluating patients' outcomes associated with learning about hypertension and self-care. Which outcome she should look for? She should look for whether the patient is able to assess his or her BP, which is within the normal limit, after accurately obtaining his or her BP by using a sphygmomanometer. നേഴ്സ് എന്താണ് ഒരു RN എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിൻ്റെ എബിലിറ്റി ടു അസസ് ഹിസ് ഓർ ഹെർ BP വിതിൻ നോർമൽ BP. അതായത് പേഷ്യൻറ്റിന് BP അസസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നേഴ്സ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതേസമയം സ്പിഗ്മോമാനോമീറ്റർ വെച്ച് കൂടി അസസ് ചെയ്യാൻ പറ്റുമോ എന്ന് നേഴ്സ് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ആൽബർട്ട് ബണ്ടൂര. ഒബ്സർവേഷൻ ലേണിംഗ് ആൻഡ് മോഡൽ എന്നാണ് ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റേറ്റ്മെന്റ് ബൈ എ നഴ്സ് കോർഡിനേറ്റർ അറ്റ് സ്റ്റാഫ് മീറ്റിംഗ് എക്സംപ്ലിഫൈങ് മേജർ ഫോക്കസ് ഓൺ ലീഡർഷിപ്പ്. സ്റ്റാഫ് മീറ്റിംഗിൽ നഴ്സിംഗ് കോർഡിനേറ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും എക്സംപ്ലിഫൈസ് ചെയ്യുന്നത്? ഏത് മേജർ ഫോക്കസ് ആണ്?
I know from your past performance with other procedures that you have expertise in implement with new procedures. അവർ പറയുവാണ്, എനിക്ക് അറിയാം നിങ്ങളുടെ പാസ്റ്റ് പെർഫോമൻസിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായി അറിയാം അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുവാണെന്ന്. ആൻഡ് നെക്സ്റ്റ് 5 റൈറ്റ്സ് ഫോർ ഡെലിഗേഷൻ. ഫസ്റ്റ് ടാസ്ക്, ആൻഡ് സെക്കൻഡ് സർക്കംസ്റ്റാൻസസ്, and third person, fourth direction or communication, and the last one supervision. ടാസ്കിൽ നമ്മൾ ചെയ്യുന്ന ടാസ്ക് അതായിരിക്കും ഉണ്ടാവുന്നത്. സർക്കംസ്റ്റാൻസസ്, ടാസ്ക് ചെയ്യാൻ പോകുന്ന സർക്കംസ്റ്റാൻസസ് ഏതാണോ അതായിരിക്കാം. ആൻഡ് പേഴ്സൺ, ഏത് പേഴ്സൺ ആണോ നമ്മളിത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഡയറക്ഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ, അതായത് ടീമിലുള്ള ഡയറക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദെൻ സൂപ്പർവിഷൻ, അതിനൊരു സൂപ്പർവിഷനും ഉണ്ടായിരിക്കണം. Okay, these are the 5 rights of communication. And a nurse manager identify a staff nurse is in need of additional in-service education. If ഒരു nurse manager identify ചെയ്യുവാണ് ഒരു സ്റ്റാഫ് നേഴ്സിന് അഡീഷണൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ എന്ന്, അത് എപ്പോഴായിരിക്കും? The staff assigns a nursing assistant to monitor vital signs and the RN data mines process significant. രജിസ്റ്റേർഡ് നേഴ്സ് എന്ത് ചെയ്തു? വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു നേഴ്സ് അസിസ്റ്റന്റിന് നഴ്സിംഗ് അസിസ്റ്റന്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അവിടെ അത് ചെക്ക് ചെയ്തിട്ട് പറയുന്നു, ഓക്കെ ഇതാണ് വൈറ്റൽ സയൻസ് എന്ന്. അപ്പോൾ ഈ രജിസ്റ്റേർഡ് നേഴ്സ് എന്ത് ചെയ്യുന്നു? അവരത് ഡിറ്റർമൈൻ ചെയ്തു ഇത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ വിതൗട്ട് കൗണ്ടർ ചെക്ക് ചെയ്യാതെ തന്നെ അവരത് ഡിറ്റർമൈൻ ചെയ്തു. ഇതാര് കണ്ടു? ഒരു നഴ്സിംഗ് മാനേജർ കാണുന്നു. ദെൻ നഴ്സ് മാനേജർ ഈസ് തിങ്കിങ് ദാറ്റ് ദിസ് particular nurse needs an in-service education program. And for main ethical principles of nursing practices, there are 4 ethical principles of nursing practices. First, autonomy. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഇൻഫോംഡ് കൺസെൻറ്റ്. അതായത് നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിൽ നിന്നും കൺസെൻറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കണം? അത് ഇൻഫോംഡ് ആയിരിക്കണം. ഇതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് ആയിരിക്കണം. കൺസെൻറ്റ് പേഷ്യൻറ്റിനോട് കൺവിൻസ് ചെയ്തു വേണം കൺസെൻറ്റ് എടുക്കാനായിട്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ബെനിഫിറ്റ്സ് ഓഫ് ദി പേഷ്യൻറ്റ് എന്താണ്? അതായത് പേഷ്യൻറ്റിന് ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. നമ്മുടെ നഴ്സിംഗ് പ്രാക്ടീസ് കൊണ്ട് പേഷ്യൻറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ദെൻ നോൺ മാൽ എഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിന് ഒരു ഹാം ഉണ്ടാക്കാൻ പാടില്ല. പേഷ്യൻറ്റിന് വി ഷുഡ് അവോയ്ഡ് ഹാംസ് ടു ദി പേഷ്യൻറ്റ് ആൻഡ് ടു ദ ആക്റ്റീവ് വിച്ച് പ്രൊവൈഡ് കംപ്ലീറ്റ്ലി സേഫ് ഫോർ ദി പേഷ്യൻറ്റ്. ആൻഡ് ദെൻ ജസ്റ്റിസ്. ഒരു ജസ്റ്റിസിന് ഫെയർ പേഷ്യൻറ്റിന് ബെനിഫിറ്റ്സും ഈ പ്രാക്ടീസിൽ നിന്ന് കിട്ടിയിരിക്കണം. അതായത് ജസ്റ്റിസ് ആൻഡ് ബെനിഫിറ്റ്സ് പ്രാക്ടീസിൽ നിന്നും ഒരു പേഷ്യൻറ്റിന് കിട്ടിയിരിക്കണം. While administering a new medication to a patient, the patient is alert and oriented, and the patient is saying that he hasn't seen the medicine before. അതായത് പേഷ്യൻ്റ് ഇപ്പം നമ്മൾ ഒരു മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്, അലേർട്ടാണ്, ഓറിയൻറ്റഡുമാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് പറയുവാണ്, ഞാൻ ഈ മെഡിസിൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ദ ആക്ഷൻ ഓഫ് എ രജിസ്റ്റേർഡ് നഴ്സ് ഷുഡ് ബി ടു ഡു ഹർ ദ ഫസ്റ്റ് കൺസേൺ ആൻഡ് ഷി ഷുഡ് ബി തിങ്ക് അബൌട്ട് ദ സേഫ്റ്റി ഓഫ് ദി പേഷ്യൻറ്റ്. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ മെഡിസിൻ കൊണ്ട് പേഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നത്. അവർ ഈ മെഡിസിൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറയുക. ഒരിക്കലും നമ്മൾ അവരെ ഈ മെഡിസിൻ എടുക്കാനായിട്ട് കമ്പൽ ചെയ്യാൻ പാടില്ല. What are the basic medications in nursing administrations? You should have a complete order patient. അതായത് പേഷ്യൻ്റ് മെഡിസിൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഡോക്ടറിൻ്റെ ഓർഡർ ഉണ്ടായിരിക്കണം. ആ ഓർഡർ കംപ്ലീറ്റും ആയിരിക്കണം. മെഡിസിൻ ഡോസേജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ വേണം നമ്മൾ, അല്ലെങ്കിൽ ഏത് റൂട്ട് വഴി ആയിരിക്കണം, ഇതെല്ലാം ആ ഓർഡർ കംപ്ലീറ്റ് ആയിരിക്കണം. പകരം നമ്മളിപ്പോൾ IV മാത്രം എഴുതുക, അത് കംപ്ലീറ്റ് ആവില്ല. പകരം അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഉണ്ടായിരിക്കണം. അത് എത്ര ഡോസ് ആയിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് റൂട്ട് വഴി ആയിരിക്കണം എന്നൊക്കെയുള്ളത്. ദെൻ വി ഷുഡ് ചെക്ക് ഫോർ എനി അലർജീസ്. പേഷ്യൻറ്റിന് ഈ പർട്ടിക്കുലർ മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് മുൻപ് എന്തെങ്കിലും അലർജി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പേഷ്യൻറ്റിന് സെറ്റ് ഓഫ് ടാബ്ലറ്റ്സിന് അല്ലെങ്കിൽ അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം
കൊടുക്കാനായിട്ട്. ദെൻ സംടൈംസ് പേഷ്യൻറ്റിന് ലാക്ടസ് അലർജി ഉണ്ടാവും, മെഡിസിൻ ബാൻഡ് അലർജി, ഫുഡ് അലർജി ഇവയൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് അലർജി ഉണ്ടാവാം. ഇതൊക്കെ ഒരു മെഡിസിൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് കൺഫേം ചെയ്യണം അലർജിയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത്. ദെൻ അസസ്മെൻറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇംപ്ലിമെൻറ്റ് ലേറ്റർ. അസസ്മെൻറ്റ് ഫസ്റ്റ്, ഇംപ്ലിമെൻറ്റ് ലേറ്റർ. അതായത് നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ അസസ് ചെയ്യണം. പേഷ്യൻറ്റിന് ഇപ്പോൾ ഫീവർ ഉണ്ട്, അല്ലെങ്കിൽ പെയിൻ സോർ എങ്ങനെയുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു പേഷ്യൻറ്റിന് പെയിൻ മെഡിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സൈൻ ഒക്കെ നോക്കി അതിനുശേഷം പാരസിറ്റാമോൾ കൊടുക്കുക. ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് അസസ്മെൻറ്റ്, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ. We should notify the doctor and clarify if there is questionable order. അതായത് ഇപ്പം നമുക്ക് തോന്നുവാണ് ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, ഓറലി മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ, അത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു IV കൊടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് തോന്നുവാണ് മേ ബി ഈ മെഡിസിൻ്റെ ഓർഡറിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് നോട്ടിഫൈ ചെയ്യണം, അത് ക്ലാരിഫൈ ചെയ്യുക കൂടി വേണം. ഈ ഓർഡർ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. നമുക്കറിയാം ഒരു തൈറോയിഡ് മെഡിസിൻ പേഷ്യൻറ്റിന് രാവിലെ കൊടുക്കാൻ പാടുള്ളൂ, അതായത് 150 ml നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കുന്നത്. ബട്ട് ഡോക്ടറിൻ്റെ ഓർഡറിൽ എഴുതിയിരിക്കുകയാണ് ഈ മെഡിസിന് നൈറ്റ് ആണെന്ന്. അപ്പോൾ അത് ഡോക്ടറിനെ വിളിച്ച് കൺഫേം ചെയ്യണം. എന്തെങ്കിലും റീകറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് മാത്രമേ മെഡിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ. വി ഷുഡ് കാൽക്കുലേറ്റ് ദ മെഡിസിൻ കറക്റ്റ്ലി. അതായത് എസ്പെഷ്യലി നമ്മൾ മെഡിക്കൽ പീഡിയാട്രിക് കറക്റ്റ് ആയിട്ട് വേണം മെഡിസിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതർവൈസ് മെഡിക്കേഷൻ ഇറ്റ് വിൽ ബി ബിക്കമിങ് ആൻ എറർ. വാട്ട് ആർ ദ 6 R's or 6 rights in medication administration? It should be a right patient, right dose, right medication, right time, right route, and finally right documentation. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ പേരിപ്പോൾ എബ്രഹാം എന്നാണ്, നമ്മളിപ്പോൾ അത് മാറിയിട്ട് സണ്ണി എന്നുള്ള ഒരു പേഷ്യൻറ്റിനാണ് നമ്മളുടെ മെഡിസിൻ നൽകുന്നതെങ്കിൽ അത് പേര് അല്ലെങ്കിൽ ആ പേഴ്സൺ മാറിപ്പോകും. സോ അങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ദെൻ റൈറ്റ് ഡോസ്, 250 mg കൊടുക്കേണ്ട മെഡിസിൻ ഇപ്പോൾ 500 mg ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ 250 mg ആക്കി തന്നെ കൊടുക്കുക. ദെൻ റൈറ്റ് മെഡിക്കേഷൻ, അതായത് ഓഗ്മെന്റഡ് മെഡിസിൻ ആണ്, അത് തന്നെ കൊടുക്കുക. അതായത് വേറെ ആന്റിബയോട്ടിക്സ് ഒന്നും ആ സ്ഥാനത്ത് നമ്മൾ മാറിക്കൊടുക്കാൻ പാടില്ല. ആൻഡ് ദെൻ റൈറ്റ് ടൈം, വീഡിയാണ് കൊടുക്കാൻ പറഞ്ഞതെങ്കിൽ വീടി തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ സ്റ്റാർട്ട് ഡോസ് ആണെങ്കിൽ സ്റ്റാർട്ട് ഡോസ് തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്താണോ ആ ടൈമിൽ തന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കണം. ടൈം മസ്റ്റ് ആയിട്ട് നോക്കണം. സപ്പോസ് ഇപ്പോൾ 2 PM കൊടുക്കാൻ പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ കൊടുക്കുക, അല്ലാതെ ടൈം മാറി നമ്മൾ കൊടുക്കരുത്. ദെൻ റൈറ്റ് റൂട്ട്, ചില മെഡിസിൻ IV കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാതെ ഇരിക്കാൻ ഇത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ IV കൊടുക്കേണ്ടിടത്ത് IM കൊടുത്താൽ ഓർ IM കൊടുക്കേണ്ടിടത്ത് IV ആയാലും അത് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ അത് തന്നെ കൊടുക്കുക. ആൻഡ് ദെൻ റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ കൊടുക്കുന്ന പ്രൊസീജിയർ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളുടെയും പേഷ്യൻറ്റിൻ്റെയും സേഫ്റ്റിക്ക് അത്യാവശ്യമാണ്. And then I will give some organisms name which will cause some diseases. Okay, we'll see what kind of diseases caused by microorganisms. First one, Vibrio cholera. Vibrio cholera causes severe diarrhea. Diarrhea cause ആയിട്ടുള്ളത് ഏതാണ്? അതായത് Vibrio cholerae. And then chlorine bacteria diphtheria. ക്ലോറിൻ ബാക്ടീരിയ അതുണ്ടാക്കുന്നതാണ് ഡിഫ്തീരിയ, അതായത് റെസ്പിറേറ്ററി ഡിസീസ് ആണിത്. ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? ക്ലോറിൻ ബാക്ടീരിയ ഡിഫ്തീരിയ. സോ അത് ഓർത്ത് വയ്ക്കുക, ക്ലോറിൻ ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ എന്നുള്ള ഡിസീസ് ഉണ്ടാക്കുന്നത്. ദെൻ ഹെലിക്കോബാക്ടീരിയ പൈലോറി, അതായത് ഇറ്റ് മേ കോസസ് ഗ്യാസ്ട്രിക് അൾസേഴ്സ്. ആൻഡ് ദെൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ കോസസ് ന്യൂമോണിയ. ഇറ്റ് അഫക്ട്സ് റെസ്പിറേറ്ററി സിസ്റ്റം. ആൻഡ് ദെൻ വാട്ട് ആർ ദ ഇനീഷ്യൽ സൈൻസ് ഓഫ് ഷോക്ക്? It will be hypertension and tachycardia. Then how will I communicate a patient with delirium? We should use simple information and short sentences.
നമ്മൾ പറയുന്നത് അതായത് ഡിലേറിയ ഉള്ള പേഷ്യൻറ്റിനോട് സിമ്പിൾ ഇൻഫർമേഷൻസ് ആൻഡ് ഷോർട്ട് സെൻറ്റൻസിലായിരിക്കണം നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്. ദെൻ യൂസ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതായത് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഒരു പേഷ്യൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന് മാത്രമായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരേണ്ടത്. എക്സാമ്പിൾ, ആർ യു എ സ്മോക്കർ എന്ന് ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് യെസ് ഓർ നോ എന്ന് മാത്രമായിരിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ the patient and registered nurse. ഒരു പേഷ്യൻറ്റിന് ഒരു രജിസ്റ്റേർഡ് നേഴ്സും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യേണ്ടത് അതായത് എന്തൊക്കെയാണ്? പേഷ്യൻ്റ് പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യുക. അവർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുകയും വേണം. ആരൻ ഷുഡ് ആക്റ്റീവ്ലി ലിസൺ ടു ദ പേഷ്യൻറ്റ് ആൻഡ് വാട്ട്സ് ദ പേഷ്യൻറ്റ് സെയിങ് അബൌട്ട്. ഓക്കെ, ദെൻ സപ്പോർട്ടിങ് കമ്മ്യൂണിക്കേഷൻ ഫോർ എ പേഴ്സൺ വിത്ത് ഡിമെൻഷ്യ. നമ്മളിപ്പോൾ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻറ്റിനോടൊക്കെ എങ്ങനെയായിരിക്കാം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്? എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഡിമെൻഷ്യ ഉള്ള പേഷ്യൻറ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മളുടെ മനസ്സിൽ? വി ഷുഡ് കോൺസ്റ്റൻ്റ്ലി റീഓറിയൻറ്റ് ദ പേഷ്യൻറ്റ്. അതായത് ഡിമെൻഷ്യ ഉള്ള, അതായത് മറവിയുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയണം, ഇത് മോർണിംഗ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായി. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ ചോദിക്കും, അതായത് ആ പേഷ്യൻ്റ് ടൈം എത്രയായി എന്ന് വീണ്ടും. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ആൻസർ ചെയ്യണം. സോ ദിസ് ഈസ് ദ മോർണിംഗ്, ഐ എം ഗോയിങ് ടു സെർവ് യു ബ്രേക്ക്ഫാസ്റ്റ് നൗ. Patient again ask time എത്രയായി and say it's the morning 8 o'clock and it's the time for breakfast. ഇങ്ങനെ നമ്മൾ റീഓറിയൻറ്റ് ചെയ്യണം. So we should constantly reorient it using to communicate short sentences and not using lengthy sentences. ദെൻ അവോയ്ഡ് പ്രൊവൈഡിങ് ടു മെനി ചോയ്സസ്. അതായത് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻറ്റിനോട് അത് ചെയ്തു, അത് ഇത് ചെയ്യ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഓർത്തിരിക്കാനുള്ള ചാൻസസ് തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചോയ്സ് കൊടുക്കാവൂ, ഓൺലി വൺ ഓർ മോർ. ആ പേഷ്യൻറ്റിൻ്റെ ഫുഡിൻ്റെ ചോയ്സ് കൊടുക്കുവാണെന്ന് വിചാരിക്കുക. നമ്മൾ ചോദിക്കുവാണ് കോഫി വേണോ ടീ വേണോ എന്ന്. സോ അങ്ങനെയൊക്കെയുള്ള 2 ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. Then parasynthesis position. If you want to do a parasynthesis position, this for a patient, and what position should be lying on? The bed supposed to be flat and the head should be elevated slightly. Bed flat ആയിട്ടാണ്, head elevated ആയിട്ടുമാണ് നമ്മൾ parasynthesis position ചെയ്യുന്നത്. Elevated എന്ന് വെച്ചാൽ ഒത്തിരി ഹൈ അല്ല, സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, ഒരു പേഷ്യൻറ്റിന് ലംബാർ പങ്ക്ചർ കഴിഞ്ഞു. എന്തൊക്കെ സൈൻസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്? വി ഷുഡ് ഒബ്സർവ് ഫോർ ഹെഡേക്ക്, ബാക്ക് ഡിസ്കംഫേർട്ട് ഓർ പെയിൻ. അതായത് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന സൈറ്റിൽ എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടോ, പെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ഇനി സൈൻസ് ഫോർ ബ്ലീഡിങ്, അതായത് ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ദെൻ ബ്രെയിൻ സ്റ്റെം ഹെർണിയേഷൻ സൈൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ബ്രെയിൻ സ്റ്റെം ഹെർണിയേഷൻ എന്ന് വെച്ചാൽ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആയിരിക്കും. Then now we will see why we'll do a chest tube insertion for a patient. എന്തൊക്കെ കാര്യങ്ങളിലാണ് ചെസ്റ്റ് ട്യൂബ് തൊറാക്കോസ്റ്റമി ചെയ്യുന്നത്? പേഷ്യൻ്റ് ചെസ്റ്റ് ട്യൂബ് ഇടാൻ എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്? ന്യൂമോതൊറാക്സ്, പേഷ്യൻറ്റിന് ന്യൂമോതൊറാക്സ് ആണെങ്കിൽ നമ്മൾ ചെസ്റ്റ് ട്യൂബ് ഇടും. ദെൻ പ്ലൂറൽ കളക്ഷൻ ഓർ എഫ്യൂഷൻ ആൻഡ് ദെൻ മാലിഗ്നൻറ്റ് എഫ്യൂഷൻ. പിന്നെ ഡ്രെയിനേജിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ എക്സ്പിറേറ്ററി പോസിറ്റീവ് പ്രഷർ ഫ്രം ദ പേഷ്യൻറ്റ് സച്ച് ആസ് എയർ ആൻഡ് ഫ്ലൂയിഡ് ഓഫ് ചെസ്റ്റ്. പേഷ്യൻ്റെ ലങ്സിൽ എയർ ആൻഡ് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെസ്റ്റ് ട്യൂബ് ഇൻസേർഷൻ ചെയ്യുന്നത്. ദെൻ ചെസ്റ്റ് ട്യൂബിൻ്റെ കളക്ഷൻ ബാഗ് അല്ലെങ്കിൽ ആ ബോട്ടിൽ എപ്പോഴും ചെസ്റ്റിന് താഴെ ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുക. ഇതെന്തിനു വേണ്ടിയാണ്? അതായത് ഗ്രാവിറ്റി ഹെൽപ്സ് ദ ഫ്ലൂയിഡ് ടു ഡ്രെയിൻ ഫ്രം ദി ചെസ്റ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ ബിലോ ചെസ്റ്റിൽ വെക്കുന്നത്. ദിസ് ഈസ് ദ മെയിൻ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട്. ആൻഡ് വൈ വി ഷുഡ് ഡു ഇസ് ഹാവ് എ പേഷ്യൻറ്റ് വിത്ത് എ ഹെഡ് ഇഞ്ചുറി ആയിട്ട്, ഒരു ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ ഇഫ് there is a severe injury, we should apply some cold compress. അതായത് കോൾഡ് കംപ്രസർ വെച്ച് വാസോ കൺസ്ട്രക്ഷൻ വരാനായിട്ടാണ് കോൾഡ് കംപ്രസർ വെച്ച് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണം ആദ്യമായിട്ട്. ദെൻ നെക്സ്റ്റ് സിക്ക് മെഡിക്കേഷൻ അഡ്വൈസസ് ഇഫ്
ഡിസ്നെസ് ഗെറ്റ് വേഴ്സ്. ഈ പേഷ്യൻറ്റിന് ഡിസ്നെസ് ഉണ്ട്, അതായത് ബട്ട് അത് വേഴ്സൺ ആകുവാണോ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇമ്മീഡിയറ്റ് വിത്ത് ഹെയർ ഷുഡ് മെഡിക്കൽ അഡ്വൈസ് ഫോർ ദി പേഷ്യൻറ്റ്. ഒരു മൈൽഡ് ഹെഡേക്ക് ഉണ്ടെങ്കിൽ ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ മതി. പക്ഷെ പേഷ്യൻറ്റിന് മൈൽഡായിട്ടുള്ള ഹെഡേക്ക് കംപ്ലൈൻറ്റ് അത്രയുമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ പാരസെറ്റാമോൾ മാത്രം കൊടുത്താൽ മതി. സിവിയർ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കോൾഡ് കംപ്രസർ ചെയ്യണം. പേഷ്യൻ്റ് ഡിസ്നെസ് ഉണ്ടെങ്കിൽ ഉറപ്പായി മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. ഇനി നമുക്ക് GCS ഗ്രേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഹെഡ് ഇഞ്ചുറി ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ GCSൻ്റെ ഗ്രേഡ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ GCS 13 എബോവ് ആണെങ്കിൽ പേഷ്യൻറ്റിന് മൈനർ ഹെഡ് ഇഞ്ചുറി ആയിരിക്കും. 9 to 12 ആണെങ്കിൽ അത് മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറി ആയിരിക്കും. ഇനി 8ഉം അതിൽ താഴെയുമാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി ആയിരിക്കും. വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് എക്ടോപിക് പ്രഗ്നൻസി? എക്ടോപിക് പ്രഗ്നൻസി ഉള്ള ഒരാൾക്ക് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഉണ്ടാവുക? എക്ടോപിക് പ്രഗ്നൻസി സാധാരണ ഡെവലപ്പ് ചെയ്യുന്നത് 4th to 12th വീക്സ് ഓഫ് പ്രഗ്നൻസിയിലായിരിക്കും. അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും. ഇത് ലോ ഡൗൺ പെയിൻ ആയിരിക്കും, അതായത് ഇത് ഒരു സൈഡും ആയിരിക്കും. ദെൻ ഷാർപ്പ് ആൻഡ് ഒരു സൈഡിലും ആയിരിക്കും. ദെൻ ഷാർപ്പ് ആൻഡ് സഡൻ പെയിൻ ആയിരിക്കും. ഇൻറ്റൻസ് പെയിനും ആയിരിക്കും. പേഷ്യൻറ്റിൻ്റെ ടിപ്പ് ഓഫ് ദി ഷോൾഡറിലും പെയിൻ ഉണ്ടായിരിക്കും. പിന്നെ വജൈനൽ ബ്ലീഡിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, നൗ വി ആർ ലുക്കിംഗ് അറ്റ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡീഹൈഡ്രേഷൻ. ഒരു പേഴ്സൻ്റെ മൗത്ത്, ലിപ്സ് ആൻഡ് ടങ് ഡ്രൈ ആയിരിക്കും. ഓക്കെ, ഡ്രൈ ആൻഡ് ഇൻഇലാസ്റ്റിക് സ്കിന്നും ആയിരിക്കും. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വളരെ കുറവായിരിക്കും. ഡാർക്ക് ആൻഡ് സ്ട്രോങ് സ്മെല്ലിംഗ് യൂറിൻ ആയിരിക്കും. കുഴിഞ്ഞ കണ്ണുകളും ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഭയങ്കര ഡ്രോസിനെസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവും. ലോ BP ആയിരിക്കും. ലോ യൂറിൻ ഔട്ട്പുട്ട് ആയിരിക്കും. ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ്, സൈൻസ് ഓഫ് മെക്കോണിയം ആസ്പിരേഷൻ. മെക്കോണിയം ആസ്പിരേഷനിൽ നോർമലി കളർ ഗ്രീനിഷ് ആയിരിക്കും. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കളറ് ക്ലിയർ ആയിരിക്കും. ബട്ട് കുഞ്ഞ് മെക്കോണിയം അല്ലെങ്കിൽ കുട്ടി മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ മെക്കോണിയം ആസ്പിരേഷൻ്റെ ഇവിടെ കളർ എന്ന് പറയുന്നത് ഗ്രീനിഷ് ആയിരിക്കും. സോ ബേബി ഉണ്ടായി കഴിയുമ്പോൾ ലിംബ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ബേബി ആയിരിക്കും. ബേബി ആക്റ്റീവ് ആയിരിക്കില്ല. പിന്നെ ഓവർ ഡിസ്റ്റൻഡഡ് ചെസ്റ്റ് ആയിരിക്കും. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സും ഉണ്ടാവും കുട്ടിക്ക്. അതായത് ഹേർട്ട് റേറ്റ് വളരെ കുറവായിരിക്കും. അബ്ഗാർ സ്കോർ വളരെ കുറവായിരിക്കും. കുട്ടി സിനോട്ടിക് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്.